ദേശീയ കാർഷിക പ്രദർശന വിപണന മേളയായ അഗ്രി ഫെസ്റ്റിന് വയനാട്ടിലെ മാനന്തവാടിയിൽ തുടക്കമായി. വിവിധ സർക്കാർ വകുപ്പുകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന മേള കൃഷിമന്ത്രി കെ.പി. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയിലേക്ക് മടങ്ങാം ജൈവ കൃഷിയിലൂടെ എന്നതാണ് അഗ്രി ഫെസ്റ്റിന്റെ മുദ്രാവാക്യം. 2016 കേരളത്തെ ജൈവ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പ്രചാരണത്തിന്റെ ഭാഗമായാണ് അഗ്രി ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. വയനാടിന്റെ കാർഷിക പാരമ്പര്യവും ജൈവ വൈവിധ്യവും ലോക ജനതയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ കൂടി ഭാഗമായാണ് ദേശീയ തലത്തിലുള്ള കാർഷിക മേള ജില്ലയിൽ നടത്തുന്നത്. വിവിധ സർക്കാർ വകുപ്പുകൾ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവരുടെ സ്റ്റോളുകൾക്ക് പുറമെ കർഷകരുടെ ഗ്രാമചന്തയും മേളയുടെ ഭാഗമായി നടക്കും. കൃഷിമന്ത്രി കെ.പി. മോഹനൻ അഗ്രി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ഇതുവരെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത് രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിച്ചുകൊണ്ടാണ്. അതിനൊരു മാറ്റം വരണം. ഞങ്ങൾ ലക്ഷ്യമിടുന്നത് 2016 അവസാനിക്കുന്നതോടുകൂടി കേരളത്തെ സമ്പൂർണ്ണ ജൈവ കാർഷിക സംസ്ഥാനമാക്കി മാറ്റണം എന്ന് തന്നെയാണ്. വയനാട്ടിലെ ശ്രദ്ധേയരായ കർഷകരെ ഉദ്ഘാടന ചടങ്ങിൽ ആദരിച്ചു. AC വർക്കി, ചെറുവയൽ രാമൻ, പള്ളിയർ രാമൻ, ആഷിഖ് കാമ്പ്രത്ത്, എൽദോ ബേബി, സാബി റഹീം, ലില്ലി മാത്യു തുടങ്ങിയ കർഷകർ ആദരം ഏറ്റുവാങ്ങി. കാർഷിക സിനിമകൾ പ്രദർശിപ്പിക്കുന്ന അഗ്രി ഫിലിം ഫെസ്റ്റും മേളയോടനുബന്ധിച്ച് നടക്കും. അഗ്രി ഫെസ്റ്റ് ജനുവരി 17 സമാപിക്കും. റിപ്പോർട്ടർ, വയനാട്.